നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മത്തുലുൽ ഗനിയ്യി ദുൽമുൻ. ഒരാളിൽ നിന്ന് കടമെടുത്തതിന് ശേഷം ആ കടം വീട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവൻ പറയുന്നു, ഞാൻ നാളെ തരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് സ്വീപ്പാക്കുന്നു അല്ലേ, എന്ന് പറയാ, സ്വീപ്പാക്കുന്നു. മത്തുലുൽ ഗനിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പണക്കാരൻ, അതായത് കടം കൊടുക്കാനുള്ള ശേഷിയുള്ളവൻ സ്വീപ്പാക്കൽ അത് ദുൽമാണ്, ഹറാമാണ്, അക്രമമാണ്. ആരിൽ നിന്ന് നാം കടമെടുത്തിട്ടുണ്ടോ അത് നിശ്ചിത അവധിയിൽ നാം കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ അവനോട് വീണ്ടും ചോദിച്ചുകൊണ്ട് അവധി വാങ്ങണം. അങ്ങനെ എത്രയും പെട്ടെന്ന് നാം കടം തീർക്കണം. നാം എപ്പോൾ മരിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 മയ്യിത്തിന്റെ മേലിൽ നമസ്കരിച്ചിട്ടില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ ലോകത്തിനാകമാനം റഹ്മത്തായി വന്ന ഹബീബുനാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കടമെടുത്ത ആളുടെ മേലിൽ നമസ്കരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ആ മയ്യിത്തിന്റെ മേലിൽ നമസ്കരിച്ചില്ല. അപ്പൊ ആത്മഹത്യ വളരെയധികം ഗൗരവമുള്ളതാണ്. മറ്റൊരാളിൽ നിന്ന് കടമെടുക്കുമ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കണം. വീട്ടാൻ കഴിയുമോ എന്ന് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നാം കടമെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നാം ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അല്ലാഹു സലാമത്താക്കി തരുമാറാകട്ടെ. ബനൂ ഇസ്രായേൽ നടന്ന ഒരു സംഭവമാണ്. അക്രമവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ചരിത്രം എനിക്ക് ഓർമ്മ വന്നു. അതായത് ബനൂ ഇസ്രായേലിലെ ഒരാൾ എപ്പോഴും മീന് പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഒരവസരത്തിൽ അദ്ദേഹത്തിന് നല്ല വലിയ മീന് അദ്ദേഹത്തിന് കിട്ടി, ഒരു മത്സ്യം. ആ മത്സ്യം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ വളരെ സന്തുഷ്ടനായി. അദ്ദേഹം വിചാരിച്ചു, ഇത് ഞാൻ വിൽക്കുന്നതിന് പകരം എനിക്ക് വീട്ടിൽ തന്നെ കൊണ്ടുപോയി നല്ല കറിയാക്കി കൂട്ടാം. അങ്ങനെ ആ മത്സ്യം എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെടാനിരിക്കുമ്പോൾ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മത്സ്യം, ഈ മീന് എനിക്ക് തരുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇത് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിക്ക് കാശ് തരാം. എത്ര തരും? അപ്പോൾ അദ്ദേഹം വളരെയധികം തുച്ഛമായ വില, വളരെ കുറഞ്ഞ വില നൽകാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിച്ചില്ല. ഇത്രയും വലിയ മത്സ്യത്തിന് ചെറിയ വില നൽകിക്കൊണ്ടാണോ നീ കൊണ്ടുപോകുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും തരൂല എന്ന് പറഞ്ഞ് അദ്ദേഹം അതാ പോവാൻ ഇറങ്ങുമ്പോൾ ആ മത്സ്യം എടുക്കാൻ വേണ്ടി വന്ന ആള്, മത്സ്യം പിടിച്ച ആളെ ആക്രമിക്കുകയാണ്, അടിക്കുകയാണ്. എന്നിട്ട് അക്രമപരമായിട്ട് ആ മത്സ്യം എടുത്തുകൊണ്ട് വീട്ടിൽ അതാ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളി, അതായത് മത്സ്യം പിടിച്ച ആളിന് വല്ലാത്ത ബേജാറായി, വല്ലാത്ത ദുഃഖമായി, മനസ്സ് പൊട്ടി. അദ്ദേഹം അല്ലാഹുവിനോട് ഖേദിച്ചു, ദുആ ചെയ്തു, അല്ലാഹുവേ, ഞാനൊരു ബലഹീനനായ ഒരു മനുഷ്യനാണ്, ഒന്നിനും കഴിവില്ല, ശക്തിയില്ല. പക്ഷേ എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മേൽ ആക്രമിച്ചു പോയതായ ആൾക്ക് ഏതെങ്കിലും ഒരു വഴി നീ കാണിക്കണേ അല്ലാഹ് എന്ന് അദ്ദേഹം ദുആ ചെയ്തു പോയി. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഇത്തഖൂ ദഅവതൽ മഗ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മർദിദന്റെ ദുആഇനെ നീ സൂക്ഷിക്കണം. ആക്രമിക്കപ്പെട്ട ആളുടെ ദുആ നീ സൂക്ഷിക്കണം. അവൻ എന്ത് ദുആ ചെയ്താലും അത് അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം എന്ന് വെച്ചാൽ ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്,
ആ ആക്രമിക്കപ്പെട്ട ആളുടെ ദുആഇന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു ഹിജാബുമില്ല, ഒരു മറയുമില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ച വ്യക്തിയായതുകൊണ്ടാണ് കലീമുല്ലാഹ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ 70,000 മറകൾക്ക് അപ്പുറമായിരുന്നു സംസാരിച്ചിരുന്നത്. 70,000 മറകൾക്ക് അപ്പുറമായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യജമാനനായ അല്ലാഹുവിനോട് സംസാരിച്ചിരുന്നത്. എന്നാൽ മദ്ലൂമിന്റെ ദുആ അങ്ങനെയല്ല. ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം. ഓ സഹോദരന്മാരെ, ഓ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഉമ്മമാരെ, എല്ലാ വിഷയത്തിലും നാം അക്രമത്തിനെ നാം സൂക്ഷിക്കണം. കാരണം അക്രമം എന്ന് പറയുന്നത് ആഖിറത്തിൽ അത് ഇരുട്ടുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ആ ദുആഇന്റെയും അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുമില്ല. അല്ലാഹു ആ ദുആഇനെ സ്പോട്ടിൽ തന്നെ സ്വീകരിക്കുകയാണ്. ആയതുകൊണ്ട് മർദിതന്റെ ദുആഇനെ തൊട്ട് നാം സൂക്ഷിക്കുന്നവരാകണം. അങ്ങനെ ഈ മത്സ്യം കൊണ്ടുപോയ ആള് വീട്ടിൽ നല്ല കറി വെച്ച് ഈ മീൻ തിന്നാൻ തുടങ്ങി. നല്ല വയറു നിറഞ്ഞു. അവസാനമായ ഒരു കഷ്ണമങ്ങ് തിന്നുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചെറുവിരലിൽ അത് തറച്ചുപോയി. അദ്ദേഹം അന്ന് ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസമാകുമ്പോൾ അത് സെപ്റ്റിക് ആയിരിക്കുകയാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു. ചെറിയ മരുന്നെല്ലാം എടുത്തു വന്നു. പക്ഷേ അതിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഈ വിരൽ നിങ്ങൾ മുറിച്ചിട്ടില്ല എങ്കിൽ അതങ്ങനെ പകർന്ന് മറ്റുള്ള വിരലുകളിലേക്കും എന്താകും, പാസ്സാകും. അദ്ദേഹം ആ വിരൽ മുറിച്ചു കളഞ്ഞു. ഒരു വിരൽ മുറിച്ചു കഴിഞ്ഞപ്പോഴും ആ വേദന അവസാനിച്ചില്ല. ആ പുണ്ണ് ഉണങ്ങിയില്ല. വീണ്ടും മറ്റൊരു വിരലിൽ. അങ്ങനെ 5 വിരലും അവൻ കട്ട് ചെയ്യുകയാണ്. 5 വിരലും കട്ട് ചെയ്തതിന്റെ ശേഷം ഏതോ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലയോ മനുഷ്യ, നീ ഇങ്ങനെ കയ്യിന്റെ തണ്ടും അതുപോലെ മുഴങ്കയും അതുപോലെ തോളങ്കയും ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ കൈകളും അതുപോലെ അവയവങ്ങളും നീ മുറിച്ചെടുക്കുകയാണോ? അല്ല, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തത് നീ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് ഒരു മത്സ്യം അക്രമമായി ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ വന്ന മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹത്തിനോട് നീ മാഫ് ചോദിക്കാത്ത കാലത്തോളം നിന്റെ പുണ്ണ് വണങ്ങൂല. അങ്ങനെ ഈ മനുഷ്യൻ പെട്ടെന്ന് ആ മത്സ്യത്തൊഴിലാളിയുടെ അടുത്ത് പോയി അതാ കേണഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നു. അദ്ദേഹം മാഫ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പുണ്ണുകളെല്ലാം ഉണങ്ങുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം വളരെയധികം ചിന്തിക്കാനുണ്ട്. ഈ ഹദീസുകളും ആയത്തുകളും പറയുമ്പോൾ നാം വളരെയധികം നമ്മുടെ ജീവിതത്തിന് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ അക്രമം വന്നു പോകാറുണ്ട്. ഒരിക്കലും നാം ഒരാളെയും ഒരു നയാ പൈസ കൊണ്ടും നാം ആക്രമിച്ചുകൂടാ. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെയുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.